ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ACCA ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ഓവറോൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സാമിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എക്സാം പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഓവറോൾ കാര്യങ്ങൾ മാത്രമായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ ഇൻഡെപ്ത് ക്ലാസ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ പേര് അഞ്ജലി പീറ്റർ, ഞാൻ എൻട്രി ACCAയുടെ അക്കാഡമിക് ഹെഡാണ്. CA CMA ACCA കോഴ്സുകളുടെ ഫാക്കൽറ്റി കൂടിയാണ്. ഒരു 4+ ഇയേഴ്സ് ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഈ ഫീൽഡിലുണ്ട്. മാത്രമല്ല ഞാൻ ACCAയുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പർ ഹാൻഡിൽ ചെയ്യുന്നൊരു ഫാക്കൽറ്റി കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പറിൻ്റെ എക്സാം അപ്രോച്ച് അല്ലെങ്കിൽ ഒരു എക്സാം ടെക്നിക്സ് കാര്യങ്ങൾ, ഒരു സ്ട്രാറ്റജി, ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണോ, അത് ഈ ഒരു ACCA കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണോ, അതിനിപ്പോൾ FNൻ്റെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു റിവിഷൻ ടൈമിലൂടെയൊക്കെ പോകുന്ന സ്റ്റുഡൻസ് ആണോ, ഉടനെ തന്നെ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണോ എന്ന് ജസ്റ്റ് ചാറ്റിൽ റിപ്ലൈ തരാമോ? നിങ്ങളുടെ കറൻറ്റ് സ്റ്റാറ്റസ് എന്താണ്, FA എക്സാമിൻ്റെ അല്ലെങ്കിൽ FA പേപ്പറിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് എന്താണ്? ഈ ഒരു പേപ്പർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ളോ, അതെയോ ഓൾറെഡി എക്സാംസിന് വേണ്ടിയിട്ട് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് പ്രിപ്പറേഷൻസ് ഓൺ ഗോയിങ് ആണോ, അതോ ഒരു റിവിഷൻ ടൈമിലാണോ ഉള്ളത്? ജസ്റ്റ് ഒന്ന് ചാറ്റിൽ റിപ്ലൈ തരാമോ, എന്താണ് കറൻറ്റ് സ്റ്റാറ്റസ് എന്ന്? എന്താണ് കറൻറ്റ് സ്റ്റാറ്റസ്? ജസ്റ്റ് ചാറ്റിൽ നിന്ന് റിപ്ലൈ തരാമോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ FA പേപ്പർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ FAക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്, ക്ലാസ്സസ് ഓൺ ഗോയിങ് ആണ്, അല്ലെങ്കിൽ ഒരു റിവിഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾ FA എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആയിരിക്കും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ലൈവ് നിങ്ങൾ കാണുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കാരണം ACCA റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ്, അത് കോഴ്സ് വീഡിയോസ്, നമ്മുടെ പ്രോപ്പർ ചാപ്റ്റർ വൈസ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. സബ്ജക്റ്റ് വൈസ് എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ കുറേയൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനിയും വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ACCA അപ്ഡേറ്റ്സും ACCA റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് യൂസ്ഫുൾ കണ്ടൻറ്റ്സ് ഈ ഒരു ചാനലിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ACCA കോഴ്സിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് എന്ത് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മൾ ACCA നോളജ് ലെവൽ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ നോളജ് ലെവലിൽ ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നാളെ നമ്മുടെ ഒരു 24 hours ലൈവ് സ്കോളർഷിപ്പ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ചാറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതായത് ACCA അപ്ഡേറ്റ്സ്, ക്ലാസ്സസ്, ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് വരുന്നൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്കോളർഷിപ്പ് ടെസ്റ്റിൻ്റെ ലിങ്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. നാളെ ആയിരിക്കും നമ്മുടെ സ്കോളർഷിപ്പ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റിൽ വിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് നമുക്ക് ACCA നോളജ് ലെവൽ പേപ്പേഴ്സ് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കോളർഷിപ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ എന്ത് ചെയ്തേക്കുക, നമ്മുടെ ഗ്രൂപ്പിൽ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് നാളെ ആ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നോളജ് ലെവൽ പേപ്പേഴ്സ് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ളൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് മിസ്സാക്കാതെ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു സ്കോളർഷിപ്പ് ഒന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെയിൻലി ആ ഒരു ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ FA പേപ്പറിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് FA പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചിട്ടാണ്. അതായത് നിങ്ങളുടെ ACCA ജേർണിയിൽ ഈ ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ ഒരു FA എക്സാം പാസ്സായാലാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ACCA എക്സാംസ് പാസ്സാകണമെങ്കിൽ FA എക്സാംസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പർ പഠിച്ച ആ ഒരു, കാരണം നമ്മുടെ 13 പേപ്പേഴ്സിലുള്ളൊരു പേപ്പറാണ്. എക്സംഷൻ കിട്ടാത്ത സ്റ്റുഡൻസിന് എന്തായാലും ഈ ഒരു പേപ്പർ പാസ്സാവേണ്ടത് മാൻഡേറ്ററിയുമാണ്.
അപ്പോൾ അതല്ലാതെ നമുക്ക് ഈ പേപ്പറിന് എന്താണ് ഇമ്പോർട്ടൻസ്, നമ്മൾ ഈ ഒരു പേപ്പർ ACCയുടെ 13 പേപ്പറിലൊരു പേപ്പറാണ്, അതുകൊണ്ട് എക്സാം പാസ്സാകണം, അത് മാത്രമാണോ നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്? അത് കൂടാതെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പർ പഠിക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഈ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വരുന്നത് ACC എന്ന് പറയുന്നത് ACCയിലെ നമ്മുടെ നോളജ് ലെവലിലെ എല്ലാ പേപ്പേഴ്സും നമുക്ക് എന്താണ്, ഫൗണ്ടേഷൻ പേപ്പേഴ്സ് ആണ് അല്ലെങ്കിൽ ബേസ് പേപ്പേഴ്സ് ആണ്. അതിപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിക്കോട്ടെ, BT പേപ്പർ ബിസിനസ് ആൻഡ് ടെക്നോളജി ആയിക്കോട്ടെ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആയിക്കോട്ടെ, ഏത് പേപ്പേഴ്സ് ആണെങ്കിലും എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള, അതായത് നിങ്ങളുടെ സ്കിൽ ലെവലിലേക്കും അല്ലെങ്കിൽ P ലെവലിലേക്കൊക്കെ വരുമ്പോഴുള്ള നിങ്ങൾക്ക് നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇവിടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണിത് സ്കിൽ ലെവൽ പേപ്പേഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ P ലെവൽ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ FA പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്തേക്കുക, നിങ്ങളുടെ സ്കിൽ ലെവൽ അല്ലെങ്കിൽ P ലെവലിലേക്ക് പോകുമ്പോഴുള്ള നമ്മുടെ FR, AA, SBR തുടങ്ങിയ സബ്ജക്റ്റുകളുടെ ഒക്കെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ് ആണെന്ന് നിങ്ങൾ ഈ ഒരു നോളജ് ലെവലിൽ പഠിക്കുന്ന നമ്മുടെ ഈ ഒരു അക്കൗണ്ടൻസി പേപ്പർ, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് എക്സാമിന് വേണ്ടി എന്തെങ്കിലും പഠിച്ചു, എക്സാം നിങ്ങൾ പാസ്സായി, പക്ഷെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് ഇല്ല, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു നോളജ് ഇല്ല, അതിലൊരു കറക്റ്റ് ഒരു സ്ട്രോങ് ബേസ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നെക്സ്റ്റ് സ്കിൽ ലെവൽ അല്ലെങ്കിൽ P ലെവലിൽ പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾ പെടും. കാരണം ഈ ഒരു ബേസ് ഇല്ലാതെ ആ ഒരു പേപ്പേഴ്സ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ജസ്റ്റ് എക്സാം പാസ്സാവുക എന്നത് മാത്രമല്ല ഈ ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പർ പഠിക്കുമ്പോൾ നമ്മുടെയും നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഫൗണ്ടേഷൻ കൂടിയാണ്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വരുന്നത്, നിങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു എക്സാംസ് പാസ്സായി, ഇപ്പോൾ ഒരു ACC അഫിലിയേറ്റ് ആയി അല്ലെങ്കിൽ ഒരു പാർട്ട് ക്വാളിഫൈഡ് ആയി നിങ്ങൾ നാളെ ഒരു ഇൻ്റർവ്യൂവിന് നോക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ റിയലി ഉള്ള ഒരു ജോബ് എൻവിറോൺമെൻറ്റിൽ അല്ലെങ്കിൽ റിയൽ വേൾഡിലേക്ക് ചെല്ലുമ്പോൾ, അപ്പോൾ ഇൻ്റർവ്യൂ ടൈം തൊട്ട് എന്താണ് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ എന്തുണ്ടാകും, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ഉണ്ടാകും. അതുപോലെ നാളെ നിങ്ങൾ പ്രാക്ടിക്കലി വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അക്കൗണ്ടിങ്, ഓഡിറ്റ്, ടാക്സേഷൻ, ഫൈനാൻസ് ഫീൽഡുകളിലായിരിക്കും. അപ്പോൾ അവിടെയും നമുക്ക് എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു FA അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് നമുക്ക് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ടിങ് ബേസ് ഇല്ലാതെ നിങ്ങൾ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് അവിടെ പെർഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്രമാത്രം ഓട്ടോമേറ്റഡ് ആണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, AI വന്നാൽ എന്തൊക്കെ വന്നാലും എന്താണ് ഈ ഒരു ബേസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നാളെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽ വേൾഡിൽ ചെയ്യാറുള്ള കാര്യങ്ങൾ കൂടിയാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ബേസ് ആണ്. അപ്പോൾ ഈ ഒരു FA പേപ്പർ പഠിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി ലൈഫ് ലോങ് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും നമ്മളിവിടെ പഠിക്കുക. അപ്പോൾ ആ ഒരു ബോധത്തോടു കൂടി ജസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ എക്സാം പാസ്സാവുക, അത് മാത്രമല്ല നമുക്കിത് ലൈഫ് ലോങ് ആവശ്യമുള്ള കാര്യങ്ങളാണ്, നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ആ ഒരു തോട്ടോടു കൂടി എന്ത് ചെയ്യുക, ഈ ഒരു പേപ്പറിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പേപ്പറിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സിൻ്റെ പ്രിപ്പറേഷൻ, ഒരു അക്കൗണ്ട്സ് ജസ്റ്റ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് മുതൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സാണ് പഠിക്കുന്നത്. അതുപോലെ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ അനലൈസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ നാളെ ഒരു ജോബ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്കാണ് പോകുന്നത്, നിങ്ങളൊരു ഓൺട്രപ്രണർഷിപ്പിലേക്കാണ് പോകുന്നതെങ്കിൽ പോലും അവിടെയും എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പറഞ്ഞ ബേസ് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ പോലും ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ എലമെൻറ്റ്സും അത് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമാണ് ഇത് നിങ്ങളുടെ കമ്പനിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈവൻ നിങ്ങളൊരു ബിസിനസ് ഓണർ ആയാൽ പോലും അവിടെയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് അറിയുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റുഡൻസ് ഓർത്തിരിക്കുക, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു എക്സാം പാസ്സാവുക അതല്ല നമ്മുടെ ടാർഗറ്റ്. എക്സാം പാസ്സാവണം അതുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി എന്ത് ചെയ്യുക, ഈ ഒരു പേപ്പറിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഈ ഒരു പേപ്പറിൽ നമ്മുടെ സിലബസ് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പറിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ ഒരു പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻലി നമുക്കിതിൽ പഠിക്കാനായിട്ടുള്ളത് നമ്മുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കുറേ കാര്യങ്ങളാണ്. അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് നമ്മുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് മുതൽ
ചെയ്യുന്നത് മുതൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻസ് അല്ലെങ്കിൽ അനാലിസിസ് നടത്തുന്ന എൻറ്റയർ സ്റ്റേജസ് ആണെന്ത് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റത്തെ കുറച്ച് ചാപ്റ്റേഴ്സ്, ഇപ്പോൾ ഞാൻ 9 ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് അല്ലെങ്കിൽ 9 ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് സിലബസ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഈ ടോപ്പിക്സിനെ സബ് ഡിവൈഡ് ചെയ്തൊരു 20+ ചാപ്റ്റേഴ്സ് നമുക്ക് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ വളരെ ബേസ് ആയിട്ടുള്ള കുറച്ച് തിയറി കോൺസെപ്റ്റുകൾ വെച്ചിട്ടായിരിക്കും. ഫസ്റ്റത്തെ ഇനിഷ്യൽ 1 or 2, 3 ചാപ്റ്റേഴ്സ് നമുക്ക് എന്തായിരിക്കും, തിയറി ആയിരിക്കും. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ പർപ്പസ് എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് തിയറി കോൺസെപ്റ്റുകൾ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് കോൺസെപ്റ്റ്, അതുപോലെ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെയാണ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുക, ഇതൊക്കെയായിരിക്കും എന്ത് ചെയ്യുക ഫസ്റ്റ് നമ്മൾ പഠിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പഠിക്കാനുണ്ട്. ദെൻ റീകൺസിലേഷൻ വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രയൽ ബാലൻസും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. ദെൻ ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് പിന്നീട് കൺസോൾട്ടേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ ഇൻറ്റർപ്രിറ്റേഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതായത് നിങ്ങൾ പ്രാക്ടിക്കലി നാളൊരു കമ്പനിയിൽ ചെല്ലുകയാണ്, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ബിസിനസ്സിൽ കുറേ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബിസിനസ് നോക്കുകയാണെങ്കിൽ അവിടെ കുറേയധികം സെയിൽസ്, പർച്ചേസ്, അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും, ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നീട് ആ ട്രാൻസാക്ഷനെ നമ്മൾ മനസ്സിലാവാൻ എളുപ്പത്തിന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനുശേഷം അതിൻ്റെ ഒരു സമ്മറി റിപ്പോർട്ട് പോലെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് അല്ലെങ്കിൽ PNL ഒക്കെ നമ്മൾ തയ്യാറാക്കി അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിസിഷൻസ് എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ പ്രാക്ടിക്കലി അക്കൗണ്ടിങ് വേൾഡിൽ നടക്കുന്ന ആ ഒരു കാര്യങ്ങളുടെ വളരെ ബേസ് ആയിട്ടുള്ള തിയറി അല്ലെങ്കിൽ പ്രോബ്ലം കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, അതിൻ്റെ ഏറ്റവും ബേസ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബേസിക് പ്രോസസ്സ് ആയിരിക്കും എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു സിലബസിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ FA സിലബസ് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് അവസാന ചാപ്റ്റർ ഇപ്പോൾ നിങ്ങൾ മേ ബി നിങ്ങളുടെ +2 അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ടൈമിൽ നമുക്ക് ചിലപ്പോൾ സ്മാർട്ട് സ്റ്റഡി ടെക്നിക്സ് ഉണ്ടായിരിക്കും. അതായത് എന്തായിരിക്കും, നമ്മൾ ചിലപ്പോൾ എപ്പോഴും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരിക്കും, എക്സാം പാസ്സാവാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. അതൊക്കെ അവിടെ നടക്കും. പക്ഷേ ഇവിടെ നടക്കത്തില്ല. കാരണം ഈ ഒരു ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എൻറ്റയർ സിലബസ് പഠിച്ചാൽ എൻറ്റയർ സിലബസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക എക്സാംസ് വരിക. കാരണം നിങ്ങൾക്ക് MCQs ആണ്. അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ആണ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഇൻറ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സിലബസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ലാസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് തൊട്ട് ബേസ്. കാരണം ഓരോ ചാപ്റ്ററും കണക്റ്റഡ് ആണ്. അപ്പോൾ പ്രീവിയസ് ചാപ്റ്റർ പഠിച്ച് അതിനെ ഒരു ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കണം. അത് ഫസ്റ്റ് തൊട്ട് ബേസ് മനസ്സിലാക്കി ഓരോ ചാപ്റ്റേഴ്സും കണക്ട് ചെയ്തിട്ട് വേണമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ സിലബസ് കാര്യങ്ങളൊക്കെ നമ്മൾ FAയുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി നെക്സ്റ്റ് നമ്മുടെ എക്സാം പാറ്റേണിലേക്ക് പോകാം. എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സാം എങ്ങനെയാണ് വരുന്നത്. എക്സാം പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാം ആണ്. അതായത് നിങ്ങൾ എപ്പോഴാണോ പ്രിപ്പയർ ചെയ്ത് കഴിയുന്നത് ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ കംപ്ലീറ്റ്ലി പഠിച്ചു കഴിയുന്നത് അപ്പോൾ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാം, എക്സാം ബുക്ക് ചെയ്തിട്ട് എക്സാം എഴുതിയാൽ മതി. ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരാറുണ്ട്. കാരണം എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം എന്ന് പറയുമ്പോൾ എന്താണ്, പോസ്റ്റ്പോണ്ട് ചെയ്ത് പോകാനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പോസ്റ്റ്പോണ്ട് ചെയ്യാതെ ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എന്ത് ചെയ്യുക, അതാത് പോർഷൻസ് അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് മാക്സിമം വേഗം തന്നെ ഒരു വലിയ ടൈം എടുക്കാതെ, വലിയൊരു ടൈം ക്യാപ്പ് എടുക്കാതെ എന്ത് ചെയ്യുക എക്സാംസ് ബുക്ക് ചെയ്ത് അറ്റൻഡ് ചെയ്യാനായിട്ട്. അതായത് ടൈമിൽ ഒരു 2 to 3 months കൂടുതലൊന്നും നമുക്ക് ഈ ഒരു FA എന്ന് പറയുന്ന സബ്ജക്റ്റിന് പ്രിപ്പറേഷൻ ടൈം ആവശ്യമില്ല. അപ്പോൾ മാക്സിമം വേഗം തന്നെ, അതായത് പോസ്റ്റ്പോണ്ട് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകും. പക്ഷേ അത് നമ്മൾ മാറ്റി വെച്ച് പോയി കഴിഞ്ഞാൽ അതങ്ങ് നീണ്ടു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും വേഗം പഠിച്ച് ഏറ്റവും ഫ്രഷ് ആയിട്ട് തന്നെ എക്സാം എഴുതുന്നതായിരിക്കും എന്ത് ചെയ്യുക എപ്പോഴും ആപ്റ്റ്. അപ്പോൾ ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാം ആണ്, ഇഷ്ടമുള്ള ടൈമിൽ എഴുതിയാൽ മതി. എന്നാലും എന്ത് ചെയ്യുക മാക്സിമം ഡിലേ ആക്കാതെ വേഗം പഠിച്ച് പാസ്സാവാനായിട്ട് നോക്കുക. കാരണം അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് പേപ്പേഴ്സിലേക്ക് പോകാം. ഏറ്റവും കുറഞ്ഞ ഏജിൽ തന്നെ നമുക്ക് പാസ്സാവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കാതെ പോയി എക്സാം എഴുതാനല്ല പറയുന്നത്. മാക്സിമം ടോപ്പിക്സ് വേഗം കംപ്ലീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് മോക്ക് എക്സാംസ് ഒക്കെ എടുത്ത്
നിങ്ങളുടെ മാർക്സ് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഫൈനൽ എക്സാം ബുക്ക് ചെയ്തിട്ട് എക്സാം ഏറ്റവും വേഗം അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കാം. ദെൻ മാർക്ക് നോക്കുകയാണെങ്കിൽ 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പാസ് മാർക്ക് നിങ്ങൾക്ക് 50 മാർക്സ് 50% സ്കോർ ചെയ്താലും നിങ്ങൾക്ക് പാസ് ആവാനായിട്ട് പറ്റും. 2 hours ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക എക്സാം വരുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ എക്സാം സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് സെക്ഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആയിരിക്കും കേട്ടോ നമുക്ക് വരുന്നത്. പെൻ ആൻഡ് പേപ്പർ എക്സാംസ് അല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ് നമുക്ക് വരുന്നത്. എക്സാം സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് സെക്ഷൻ എ സെക്ഷൻ ബി എന്നിങ്ങനെ 2 സെക്ഷൻസ് ആണ് ഉണ്ടാവുക. ഇതിൽ സെക്ഷൻ എയിൽ നമുക്ക് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്തിൽ വരാം, സെഷൻ എയിൽ വരുന്നത്. 35 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമായിരിക്കും വരുന്നത്. ടോട്ടൽ 70 മാർക്സിനാണ് ഇത് നമ്മുടെ സെക്ഷൻ എ വരുന്നത്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ MCQ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതായത് ഒരു ക്വസ്റ്റ്യൻ തരുന്നു, 4 ഓപ്ഷൻ തരുന്നു, അപ്പോൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ വരും. ചിലപ്പോൾ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്പർ ടൈപ്പ് ചെയ്യാനായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ ഈ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാം ടൈം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഫെമിലറൈസ് ആവുന്നുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് സെക്ഷൻ ബിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 2 മൾട്ടി ടാസ്ക് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സെനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യനും നമുക്ക് 15 മാർക്ക് വീതം, അങ്ങനെ ടോട്ടൽ 30 മാർക്സിനാണ് എന്ത് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൽ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എൻറ്റയർ ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. എല്ലാ ചാപ്റ്റേഴ്സിലും നമുക്ക് ഫസ്റ്റ് സെഷൻ എയിലെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ നമ്മുടെ സെഷൻ ബിയിലേക്ക് വരുമ്പോൾ മെയിൻലി നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷനും അതുപോലെ കൺസോൾട്ടേഷൻ, ആ ഒരു 2 ഏരിയാസിൽ നിന്നായിരിക്കും മെയിൻലി നിങ്ങളുടെ സെഷൻ ബി ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം പാറ്റേൺസ് കാര്യം അറിയണമെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു എക്സാമിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു എക്സാം സ്ട്രക്ചർ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഒരു സ്പെസിമെൻ എക്സാമിൻ്റെ ലിങ്ക് ഞാൻ തരാം. അപ്പോൾ അതിൽ ജസ്റ്റ് നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ റിയൽ FA എക്സാം പോലെ എങ്ങനെയാണ് ആ ഒരു പ്ലാറ്റ്ഫോം അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാനായിട്ട് പറ്റും. ആ ഒരു ലിങ്ക് ഞാൻ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ട് PDF വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ACCA കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ACCAയുടെ നമ്മൾ ലൈവ് ക്ലാസ് നടത്തുമ്പോൾ അതിൻ്റെ PDFs കാര്യങ്ങളെല്ലാം അതിൽ തന്നെയായിരിക്കും പോസ്റ്റ് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് ക്ലാസ്സുകളുടെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് റിവിഷൻ സെഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെയായിരിക്കും കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നോട്ട് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ദെൻ നമുക്ക് എക്സാം അപ്രോച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റഡി അപ്രോച്ച് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള സ്ട്രാറ്റജി എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം നിങ്ങൾക്ക് ബേസിക്സ് ക്ലിയർ ആയിരിക്കണം. മാസ്റ്റർ ദ ബേസിക്സ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FA എക്സാംസിലേക്ക് വരുമ്പോൾ മേ ബി സയൻസ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. കാരണം ACCAയിൽ ഒരുപാട് സയൻസ് സ്റ്റുഡൻസ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിലും +2 എങ്ങനെയൊക്കെ തട്ടിമുട്ടി പാസ്സായ ആൾക്കാരുണ്ടായിരിക്കും. അക്കൗണ്ടിങ് വലിയ ബേസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു FA എക്സാം അല്ലെങ്കിൽ FAയുടെ പ്രോപ്പർ പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ടൊന്ന് ബേസ് ക്ലിയർ ആക്കുക. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, മെയിൻലി ജേണൽ എൻട്രീസ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് അതെന്ത് ചെയ്യുക, ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ FAയുടെ സിലബസ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ FA മെറ്റീരിയൽ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ACCA ഒഫീഷ്യൽ സിലബസ് യൂസ് ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം ഞാൻ സയൻസ് സ്റ്റുഡൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്കറിയാം നമ്മൾ ഈ സയൻസുകാർക്ക് പെട്ടെന്ന് ഇവർ ബാക്കിയുള്ള നമ്മുടെയുള്ള സ്റ്റുഡൻസൊക്കെ എന്തായിരിക്കും, ഇവരൊക്കെ ഓൾറെഡി കൊമേഴ്സ് പഠിച്ച അക്കൗണ്ടിങ്ങിൽ അത്യാവശ്യം അറിയാവുന്ന അല്ലെങ്കിൽ ആ ടേംസ് ആയിട്ട് ഓൾറെഡി ഇവരെന്തായിരിക്കും അഡ്ജസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് വരുമ്പോൾ FAൻ്റെ സിലബസിലേക്ക് അല്ലെങ്കിൽ ACCAയുടെ സിലബസിലേക്ക് വരുമ്പോൾ കുറച്ച് ടേംസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ കത്തുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ചൊന്ന് ഇതായിട്ടാണ് ഒരു നെക്സ്റ്റ് ലെവലിൽ വെച്ചിട്ടാണ് ACCA സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് FAൻ്റെ ഒരു നല്ല ബേസോട് കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കോൺസെപ്റ്റ് മനസ്സിലാക്കാനാണെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിലും ഒക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു +1 ആ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് മതി, അത് ഫുള്ളൊന്നും വേണ്ട. ജസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ടേംസ്, കോൺസെപ്റ്റ്സ്, അതുപോലെ ജേണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണ്, ലെഡ്ജറിലേക്ക് ജേണൽ എൻട്രീസ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം, അതെങ്ങനെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാം, അതുപോലെ ആ ഒരു ട്രയൽ ബാലൻസ്, അത്രയും ഏരിയാസ് ഒന്ന് മനസ്സിലാക്കി ആ ഒരു പ്രോസസ്സ് ഒന്ന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അതൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇത് FAയുടെ സിലബസിൽ വീണ്ടും ഇത് പഠിക്കാനുണ്ട്. പക്ഷെ എന്നാലും
എന്നാലും ആ ഒരു പ്രോസസ്സ് ഒന്ന് മനസ്സിലാക്കിയിട്ട് FAയുടെ പ്രോപ്പർ സിലബസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ബേസ് ക്ലാസ് ഓൾറെഡി നമ്മൾ കണ്ടക്ട് ചെയ്തതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. അപ്പോൾ അത് കണ്ടാലും നിങ്ങൾക്ക് കുറച്ചൊക്കെ ക്ലിയർ ആകുന്നുണ്ടായിരിക്കും. ഇനി നമ്മുടെ ഒഫീഷ്യൽ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ബേസ് കവർ ചെയ്തിട്ടാണ് എന്തായാലും നെക്സ്റ്റ് ടോപ്പിക്സിലേക്ക് പോകാറുള്ളത്, അല്ലെങ്കിൽ FAൻ്റെ ഒഫീഷ്യൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ബേസ് നമുക്ക് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ് ഇല്ലെങ്കിൽ മേ ബി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാനുള്ള എല്ലാ ചാൻസും അവിടെയുണ്ട്. സ്ട്രഗിൾ ചെയ്യുന്നല്ല, ഉറപ്പായിട്ടും സ്ട്രഗിൾ ചെയ്യും. കാരണം ബേസ് കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലെങ്കിൽ FA നിങ്ങൾ എത്ര വർക്ക് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. കാരണം FAയിൽ ബേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ചാപ്റ്റേഴ്സും കണക്റ്റഡ് ആണ്. ബേസ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് എന്ത് കോംപ്ലക്സ് ഏരിയാസ് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി. നിങ്ങൾ കുറേ ടോപ്പിക്സ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ കാണാപ്പാഠം പഠിച്ചു, അല്ലെങ്കിൽ കുറേ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ ഒരു അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മളത് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ എന്തിനാണ് അത് ഡെബിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ബാലൻസ് എങ്ങനെ വന്നു, അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ കോൺസെപ്റ്റ് അറിഞ്ഞില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് അറിയില്ല, അതിൻ്റെ റീസൺ കറക്റ്റായിട്ട് അറിയില്ല എങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ട് പോയാലും, അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോയാലും, നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ എന്താണ് എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലം വന്നാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചു അല്ലെങ്കിൽ എത്ര വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താലും അതിൻ്റെ ബിഹൈൻഡ് കോൺസെപ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമാണ്. ഇപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് സ്റ്റഡി കിറ്റിലെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം കിറ്റിലെ സ്റ്റഡി ഹബിലെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് വരണമെന്നൊന്നുമില്ല. ആ മോഡലിലുള്ള വേറെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഇപ്പോൾ എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയലുള്ള കുറേ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. നമുക്കൊരു കോൺസെപ്റ്റ് ക്ലിയർ ആകുന്നത് ഫസ്റ്റ് അതിൻ്റെ തിയറി എന്താണെന്ന് നമുക്കറിയണം, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ട്രാൻസാക്ഷൻ, ആ തിയറി കോൺസെപ്റ്റ് നമുക്കറിയണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോബ്ലം ആണെങ്കിൽ അത് എന്തുകൊണ്ടാണ് നമ്മൾ ആ അക്കൗണ്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ചെയ്യുന്നത്, ആ കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം. ദെൻ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കോൺസെപ്റ്റിൽ എക്സ്പേർട്ട് ആകും. അപ്പോൾ ഫസ്റ്റ് കോൺസെപ്റ്റ് കവർ ചെയ്യുക. അപ്പോൾ FA നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈം ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ റെഗുലർ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങളുടെ ഓരോ ടോപ്പിക്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് റിവൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് ആ കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചാപ്റ്റർ വൈസ് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താനായിട്ട് നോക്കുക. നിങ്ങൾ ഫുൾ സിലബസ് പഠിച്ചിട്ടല്ല ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് പോകേണ്ടത്. എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ മേ ബി +2 എക്സാംസിനൊക്കെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾ ആ ഫുൾ സിലബസ് ഒക്കെ കവർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്കൊക്കെ പോവുക. പക്ഷെ ഇവിടെ അത് പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റർ അല്ലെങ്കിൽ ഓരോ കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞ ശേഷം അതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മെയിൻലി നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസിനായിട്ട് കപ്ലാൻ ഓപ്ഷൻ ഉണ്ട്, കപ്ലാൻ്റെ എക്സാം കിറ്റ് ഉണ്ട്, BPPയുടെ കിറ്റ് ഉണ്ട്. അതുപോലെ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ACCയുടെ ഒഫീഷ്യൽ സ്റ്റഡി ഹബ്ബും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്റ്റഡി ഹബ്ബിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, എക്സാമിലേക്ക് പോകാനായിട്ട് നോക്കാം. അതുപോലെ ടോപ്പിക് വൈസ് അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുന്നു, അതിൻ്റെ കോൺസെപ്റ്റ് പഠിക്കുന്നു, then എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പോവാം. ദെൻ നമ്മൾ ഈ ഒരു ACC എക്സാംസിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സാമിൻ്റെ പാറ്റേൺ ആയിട്ട് മേ ബി ചേഞ്ചസ് ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കുറച്ചൊന്ന് ട്രിക്കി ആയിരിക്കും, അല്ലെങ്കിൽ എക്സാം ടൈപ്പിൽ മാറ്റം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഓപ്ഷൻസ് ആണെങ്കിലും MCQ ആണ്, വളരെ ഈസി ആണെന്ന് വിചാരിക്കേണ്ട. ചിലപ്പോൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഓപ്ഷൻസ് ഒക്കെ തരും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആ ഒരു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ACC എക്സാം പാറ്റേൺ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ, എക്സാം പാറ്റേൺ അറിയണമെങ്കിൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മോക്ക് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എക്സാം പാറ്റേണും ടൈപ്പും സ്ട്രക്ചറൊക്കെ ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഒരു എക്സാം പാറ്റേൺ എന്താണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലായിരിക്കും ചോദിക്കുക, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു FA എക്സാമിലേക്ക് പോവുക. അതുപോലെ തന്നെ സ്റ്റുഡൻസ് എപ്പോഴും പറയുന്നൊരു കൺസേൺ ആണ്, ഞങ്ങളെല്ലാം പഠിച്ച് പക്ഷേ മറന്നുപോയി, എല്ലാം പഠിച്ച് മറന്നുപോയി. മറന്നു പോകാനായിട്ട് ഒറ്റ റീസണുള്ളൂ, എന്തായിരിക്കും, പ്രോപ്പർ റിവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു, ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ മേ ബി ഫസ്റ്റത്തെ ഇനിഷ്യൽ ചാപ്റ്റേഴ്സ് നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ FAൻ്റെ കേസിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കണക്റ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ട് നമുക്കങ്ങനെ മറന്നു പോകുന്ന കാര്യങ്ങളില്ല. കാരണം നമ്മൾ മനസ്സിലാക്കി പഠിക്കുക അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുമ്പോൾ അങ്ങനെ മറന്നു പോകുന്ന പ്രോബ്ലം ഇവിടെ വരില്ല. എന്നാലും എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം റിവൈസ് ചെയ്യുക. നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ സിലബസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഒക്കെ നോക്കുകയാണെങ്കിൽ, കപ്ലാൻ ആണെങ്കിലും BPP ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റഡി ഹബിലെ
നോട്ട്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്ന് വലുത് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും കാര്യങ്ങൾ കൊടുക്കാം. എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് നിങ്ങളിത് മൊത്തം റിവൈസ് ചെയ്യുക, മെറ്റീരിയൽ യൂസ് ചെയ്ത് റിവൈസ് ചെയ്യുക നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, സെൽഫായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫാക്കൽറ്റി നോട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനാണെങ്കിൽ ഞാൻ നോട്ട്സ് കൊടുക്കാറുണ്ട്. പക്ഷേ എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു ഫാക്കൽറ്റിയുടെ നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ, ഇപ്പോൾ തിയറി ആണെങ്കിൽ ചെറിയ ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഷോർട്ടായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പ്രോബ്ലം ആണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചില ട്രിക്കുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ചെറിയ നോട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ തയ്യാറാക്കി വെക്കുക. അതായിരിക്കും നിങ്ങൾ എക്സാം ടൈമിൽ റിവൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എക്സാമിൻ്റെ ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ അത് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും, റിവിഷൻ ഈസി ആയിരിക്കും, എക്സാമിന് ആ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് എന്തായിരിക്കും കുറച്ചുകൂടി ഈസി ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മോക്ക് എക്സാംസ്. എക്സാംസിൽ ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മോക്ക് എക്സാംസ് നമുക്ക് കമ്പൽസറി ആണ്. കാരണം നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമാണ്. അപ്പോൾ ആ ഒരു എക്സാം ആയിട്ട് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവേണ്ടത്. കാരണം പെട്ടെന്ന് നിങ്ങൾ ഇതുവരെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മോക്കൊന്നും അറ്റൻഡ് ചെയ്യാതെ പെട്ടെന്ന് നിങ്ങൾ ആ ഒരു എക്സാമിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മേ ബി ടെക്നിക്കലി നിങ്ങൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം മോക്ക് എക്സാംസ്, അതായത് ACCA റിയൽ എക്സാംസ് എങ്ങനെയാണ് ആ ഒരു ഇതിൽ തന്നെ അത്രയും ടൈം എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാംസ് ആ ഒരു റിയൽ എക്സാം എങ്ങനെയാണോ ആ ഒരു എൻവിറോൺമെൻറ്റിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. മോക്ക് എക്സാംസിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇപ്പോൾ മോക്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ട് മാത്രമായിരിക്കണം എന്ത് ചെയ്യുക ACCA ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫൈനൽ എക്സാമിലേക്ക് നമ്മൾ പോകേണ്ടത്. കാരണം നമുക്കറിയാം എക്സാം ഫീസ് നമുക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ വെറുതെ ഒരു ചാൻസ് എടുക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് മോക്കൊക്കെ അറ്റൻഡ് ചെയ്ത് നല്ല കോൺഫിഡൻ്റ് ആയി നല്ല മാർക്സ് മോക്കിൽ സ്കോർ ചെയ്ത ശേഷം മാത്രം എന്ത് ചെയ്യുക, ഫൈനൽ എക്സാമിലേക്ക് പോകാനായിട്ട് നോക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. പല സ്റ്റുഡൻസും നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും പോവുക. പക്ഷേ ടൈം മാനേജ്മെൻറ്റ്, ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ എക്സാമിന് അവർക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോലും അറ്റൻഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ടൈം കിട്ടിയില്ല. എനിക്ക് ആ ക്വസ്റ്റ്യൻസ് അറിയാമായിരുന്നു പക്ഷേ ടൈം കിട്ടിയില്ല, അങ്ങനത്തെ കൺസേൺസ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ടൈമൊക്കെ വരും. അത് കോമൺ ആണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരുപാട് ടൈമൊക്കെ എടുത്തിട്ടായിരിക്കും ചെയ്യാം. പക്ഷേ നിങ്ങളുടെ എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കാനായിട്ട് പാടില്ല. നമ്മൾ ആ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ മോഡൽ എക്സാംസിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റേജൊക്കെ എത്തുമ്പോൾ, അല്ലെങ്കിൽ എക്സാമിൻ്റെ ആ ഒരു ലാസ്റ്റ് ഡേയ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ടൈം മാനേജ്മെൻറ്റ് കൂടി ഒന്ന് കറക്റ്റായിട്ട് നോക്കുക. ഇപ്പോൾ നമുക്കൊരു 120 മിനിറ്റ്സ് ആണ്, 100 ക്വസ്റ്റ്യൻസ് ആണ്, 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യന് മാക്സിമം ഒരു 1.2 മിനിറ്റ്സ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിലും കൂടുതൽ നിങ്ങളൊരു ക്വസ്റ്റ്യന് ടൈം ഒരു മാർക്കിന് ഒരു മാർക്കിന് 1.2 മിനിറ്റ്സ്, അപ്പോൾ അതിലും കൂടുതൽ ടൈം നിങ്ങൾ എടുക്കുന്നുണ്ട് പാടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ തൽക്കാലം ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. എന്നിട്ട് പിന്നീട് തിരിച്ചു വന്ന് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ ഒരുപാട് ടൈം ഒരു സെയിം ക്വസ്റ്റ്യനിൽ, ഒരു സിംഗിൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചിലപ്പോൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് എക്സാമിൽ നിങ്ങൾക്ക് മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് സ്പീഡിൽ പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ സ്പീഡൊന്നും കിട്ടത്തില്ല, നിങ്ങൾ ടൈം എടുക്കും, അത് കുഴപ്പമില്ല. ലാസ്റ്റ് മിനിറ്റിലേക്ക് പോകുമ്പോൾ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് കൂടി നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രോപ്പറായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. ഓൺ ഡിമാൻഡ് എക്സാം ആണെന്ന് വിചാരിച്ച് ഒരു വർഷമൊക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്യാനായിട്ടൊന്നും തിങ്ക് ചെയ്യരുത്. മാക്സിമം ഒരു 2 to 3 മന്ത്സിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് 1 മന്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈം എടുക്കും അതിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സസിനൊക്കെ ആയിട്ട് അലൈൻ ചെയ്തു വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യുക, മോക്ക് എക്സാംസ് ഒക്കെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് വേണം ഫൈനൽ എക്സാംസിലേക്ക് പോകാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾ പാസ്സാവും. നല്ല മാർക്കോടെ സ്കോർ ചെയ്ത്, നല്ല മാർക്സ് സ്കോർ ചെയ്ത് തന്നെ നിങ്ങൾക്ക് ACCA എക്സാം പാസ്സാവും.
പാസ്സാവാനായിട്ട് പറ്റും. അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കിതിൽ വരുന്നില്ല. നോളജ് ലെവലിൽ നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് കോൺസെപ്റ്റ് പഠിക്കുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം റിവൈസ് ചെയ്യുക, മാക്സിമം മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എന്തായാലും എക്സാം പാസ്സാവുന്നത് നല്ല സ്കോറോട് കൂടി തന്നെയായിരിക്കും. ആൻഡ് ദെൻ നെക്സ്റ്റ് നമുക്ക് കുറച്ച് എക്സാം ടെക്നിക്സ് ആൻഡ് ടിപ്സ് കൂടെ നോക്കാം. അപ്പോൾ എക്സാം ടെക്നിക്സിൽ നമ്മൾ ഫസ്റ്റ് അല്ലെങ്കിൽ എക്സാം ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് വലിയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് പാരഗ്രാഫ് അല്ലെങ്കിൽ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ആ ഒരു ക്വസ്റ്റ്യനിലെ റിക്വയർമെൻറ്റ് എന്താണെന്ന്, അതായത് നിങ്ങൾക്ക് ലാസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഓപ്ഷൻസിന് മുമ്പ് തന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ റിക്വയർമെൻറ്റ് അറിഞ്ഞിട്ട് നിങ്ങൾ ബാലൻസ് ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീഡ് ചെയ്യുന്ന ടൈമിൽ കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റഡ് ആയിട്ട് എന്താണ് നമുക്ക് ആവശ്യമുള്ളത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാനായിട്ടും ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും ഫസ്റ്റ് ഇതിൻ്റെ റിക്വയർമെൻറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇവിടെ നമുക്ക് റിക്വയർമെൻറ്റ് വേറെ ആയിരിക്കും. അപ്പോൾ ആ റിക്വയർമെൻറ്റ് എന്താണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാനും ആൻസർ ചെയ്യാനുമായിട്ട്. അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ അത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി തന്നെ പോവാം. കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആവുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ടിംഗ് ഡേയ്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ കുഴപ്പമില്ല, പക്ഷേ ആ ഒരു എക്സാം ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന ആ ഒരു സ്പീഡ് കൂട്ടിയിരിക്കണം. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നമുക്ക് 1.2 മിനിറ്റ്സിനുള്ളിൽ തന്നെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റണം. ഇനി എക്സാം ടൈമിൽ ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യന് നിങ്ങൾ കുറച്ച് ടൈം കൂടുന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം, പിന്നീട് വന്നിട്ട് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കാം. ദെൻ ആൻസർ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക ആൻസർ, കാരണം ഇത് എന്താണ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി വരുന്നതും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻ കേസ് അറിയില്ലെങ്കിലും എന്ത് ചെയ്യുക അത് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഇൻ കേസ് നമുക്കിപ്പോൾ വേണമെങ്കിൽ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാം. അതായത് ചില ആൻസേഴ്സ് നമുക്ക് ചിലപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ 2 എന്തായാലും നമുക്ക് ചിലപ്പോൾ എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മേ ബി എന്ത് ചെയ്യും, ഒട്ടും അറിയില്ലാത്ത ക്വസ്റ്റ്യന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് കറക്കി കുത്താനായിട്ട് പറ്റും. പക്ഷേ ആ ഒരു മെത്തേഡ് എപ്പോഴും വർക്ക് ആവണമെന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു, അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്തു, പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് അറിയില്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ബാക്കി ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, അതും നമ്മൾ അറ്റൻഡ് ചെയ്യുക. കാരണം നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും വരുന്നില്ല. പക്ഷേ കറക്കി കുത്തിയ പാസ്സാവുന്നല്ല കേട്ടോ പറഞ്ഞത്, കാരണം നന്നായിട്ട് പഠിച്ചു. കാരണം ACC എക്സാംസ് കുറച്ചുകൂടെ ട്രിക്കിയാണ്. നിങ്ങൾ ജസ്റ്റ് ചുമ്മാ MCQ ആണ് എന്തെങ്കിലും സെലക്ട് ചെയ്ത് വെച്ചാലൊന്നും പാസ്സാവത്തില്ല. പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് പോവുക. സ്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് അറിയില്ലെങ്കിൽ എക്സാം ടൈമിൽ വന്നു കഴിഞ്ഞാൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. കാരണം നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആൻസർ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് എന്ത് നമ്മൾ മെയിൻലി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെയാണ് പ്ലാൻ ചെയ്തത്. അതായത് എക്സാം എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ സിലബസ്, എക്സാം പാറ്റേൺ, അല്ലെങ്കിൽ എക്സാം അപ്രോച്ച്, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് വൈസ് നിങ്ങൾക്ക് ക്ലാസ്സസ് വേണം, ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് ഭയങ്കര ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് നന്നായി ഹാർഡായിട്ട് ഫീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് പറയുക. നമ്മളിപ്പോൾ കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് ഇതുപോലുള്ള കുറച്ച് ലൈവ് സെഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്സ് ഏതാണോ അതിലായിരിക്കും നമുക്ക് ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യുക, ലൈവ് പ്ലാൻ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ റിവിഷൻ സെഷൻസ് ആണ് വേണ്ടത്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണ്ട, ഒരു ഷോർട്ട് റിവിഷൻ മതി, അല്ലെങ്കിൽ സ്റ്റഡി ഹബ് ക്വസ്റ്റ്യൻസിൻ്റെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് മതി, അങ്ങനെയാണെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾ എന്താണ് ഏറ്റവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോപ്പിക്സ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്സ് ഏതാണോ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നെക്സ്റ്റ് ലൈവ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. അതുപോലെ ACC അപ്ഡേറ്റ്സ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ACC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ് എല്ലാം അതിലായിരിക്കും. ജോയിൻ ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ നാളത്തെ സ്കോളർഷിപ്പ് ടെസ്റ്റും മറക്കണ്ട. നാളെ ഫുൾ 24 hours ആണ് സ്കോളർഷിപ്പ് ടെസ്റ്റ് വരുന്നത്. അതിൽ വിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ACC നോളജ് ലെവൽ പേപ്പേഴ്സ് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇന്ത്യക്ക് ജസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലൈവ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്കിൻ്റെ ലൈവായിട്ട് നമുക്ക് നെക്സ്റ്റ് ലൈവ് സെഷൻസിൽ കാണാം. അപ്പോൾ താങ്ക് യു ഓൾ.